ഇത് ശനിയാഴ്ച രാവിലെയാണ്. ഉറക്കക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല എങ്കിലും ദേ എഴുന്നേറ്റ് വന്നോട്ടെ. ഇന്ന് തുടങ്ങി അച്ചുമോന് ക്ലാസ് വീണ്ടും തുടങ്ങുകയാണ്. അതായത് മെയ് 2 മുതൽ കേട്ടോ. അതേ ചായ കെറ്റിൽ വെച്ച് ചോറ് തിളപ്പിച്ചു വിട്ടാൻ വെച്ച് തലേ ദിവസത്തെ മീൻകറി ഇതേ ഒന്നും കൂടി തിളപ്പിക്കാൻ കേട്ടോ. അച്ചുമോന് ഇതേ പഴം ബൂസ്റ്റാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇതേ കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലെ കട്ടൻ ചായ ഇതുപോലെ കടുപ്പ് മധുരം കുറവായിരിക്കും. അങ്ങനെ ശ്രീജേട്ടൻ അച്ചുമോനും എടുത്തു. അങ്ങനെ ഇതേ പഴം അങ്ങനെ അരിഞ്ഞെടുത്ത് പ്ലേറ്റിൽ ഇടാം കേട്ടോ. അതിന്റെ മുകളിൽ ബൂസ്റ്റും കുറച്ച് പഞ്ചസാര ഇടാം. ഇന്ന് ഞാൻ പഞ്ചസാര ഇട്ടില്ല. അങ്ങനെ കുറച്ച് ബൂസ്റ്റൊക്കെ വെതറി കൊടുത്താൽ ഇത് അവർ രാവിലെ കഴിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ലേറ്റ് ആയാലും ഇത് കൊടുത്താൽ മതി. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശ്രീജേട്ടൻ്റെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അച്ചുമോൻ തലേ ദിവസം നോട്ട് എഴുതാതിരിക്കുകയാണ് ഗൈസ്. ഇത്രയും ദിവസം മുടക്ക് കിട്ടിയിട്ട് നോട്ട് എഴുതുന്നത് തലേ ദിവസം. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ഞാൻ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോവല്ലായിരുന്നു. അപ്പോൾ അച്ചുമോൻ സഹായിക്കാൻ കടയിലൊക്കെ പോവായിരുന്നു കേട്ടോ. പാവം. അങ്ങനെ ദേ നോട്ടൊക്കെ എഴുതി കുറച്ച് ബാക്കി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ദേ രാവിലെ ഇന്ന് യൂണിഫോം ഇല്ല കേട്ടോ. കളർ ഡ്രസ്സാണ്. ദേ പഴമൊക്കെ കഴിച്ച് കട്ടൻ ചായയും കുടിച്ച് അവർ പോവാണ് കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഉറങ്ങി ഗൈസ്. അങ്ങനെ അവരുടെ സ്ഥലം ഞാനൊന്ന് മാറ്റി കൊടുത്തു. നനച്ചൊന്ന് വൃത്തിയാക്കി മാറ്റി വേറെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചു കിട്ടോ. അങ്ങനെ ദേ അച്ചുമോനും ശ്രീജേട്ടനും പോവാണ്. ശ്രീജേട്ടൻ പോകുന്നത് മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അച്ചുമോനെ സ്കൂളിൽ ഇറക്കാം. അച്ചുമോന് ക്ലാസ് രാവിലെ 7:30 മുതൽ 10:30 വരെയാണ് കേട്ടോ. ഈ ചൂടൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ +2ന്റെ ക്ലാസ് ആണ് അച്ചുമോനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോഴേക്കും ദേ തിരിച്ചു വരാറാവുകയും ചെയ്തു. 10:30 കഴിഞ്ഞപ്പോൾ ദേ അച്ചുമോൻ ബസ്സിൽ വന്ന് ഇറങ്ങി തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അച്ചുമോന് വന്നപ്പോൾ നല്ല പനിയുണ്ട്. അങ്ങനെ ശ്രീജേട്ടൻ തൊട്ടപ്പുറത്ത് പോയി കട്ടൻ ചായ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. കുറച്ച് കഴിഞ്ഞ് കാണാതെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അച്ഛനും മക്കളും ദാ അവിടെ ഇരുന്ന് ചായയും പലഹാരമൊക്കെ കഴിക്കണു.